PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്ന് പറയുന്ന ഭാഗമാണ് കേട്ടോ. ഒരുപാട് പേര് പറഞ്ഞതാണ് ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം, അതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് വേണം എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ക്ലാസ് ആണ്. രാത്രി 8 മണിക്ക് ലൈവ് ഫോളോ ചെയ്യാം കേട്ടോ. ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളായിരിക്കും. ഓക്കെ, അപ്പോൾ മാക്സിമം എല്ലാ ക്ലാസ്സുകളും കണ്ട് പ്രയോജനപ്പെടുത്തുക. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ നോട്ടിഫിക്കേഷൻസ് വരുന്നില്ല എന്നുള്ള കംപ്ലയിൻറ്റ്സ് പറയുന്ന കുറേ പേരുണ്ട്. അങ്ങനെയുള്ളവർ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്യുക. നമ്മുടെ വീഡിയോസ് വരുന്ന മുറയ്ക്ക് ടെലിഗ്രാമിൽ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് പഠിക്കേണ്ടത് സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പശ്ചാത്തലം എന്താണ്. അതായത് ഇന്ത്യയിൽ NEP അല്ലേ, പുത്തൻ സാമ്പത്തിക നയം 1991 വർഷം. അപ്പം അത് കൊണ്ടുവരാനിടയായ സാഹചര്യം എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പശ്ചാത്തലം എന്തൊക്കെയാണ് എന്നതാണ് പറയുന്നത്. ആദ്യത്തേത്, രാജ്യത്ത് നിലനിന്നിരുന്ന രാഷ്ട്രീയ അസ്ഥിരത, സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത കുറവ്, വിദേശ നാണ്യ വരുമാനം ഉപഭോഗ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി, വിദേശ നാണയ കരുതൽ ശേഖരം കുറഞ്ഞു, കഷ്ടിച്ച് 2 ആഴ്ചത്തേക്കുള്ള ഇറക്കുമതിക്കുള്ള വിദേശ നാണ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഗൾഫ് യുദ്ധം എന്ന് പറയുമ്പോൾ ഏത് വർഷമാണ്? 1980 മുതലാണ് ഗൾഫ് യുദ്ധം. പിന്നെ സമ്പദ് വ്യവസ്ഥയുടെ മന്ദഗതിയിലുള്ള വളർച്ച, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടം, അത്യാവശ്യ വസ്തുക്കളുടെ വില വർധനവ്, ഇതെല്ലാമാണ് സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പശ്ചാത്തലം. എന്തൊക്കെയാണ്? രാജ്യത്ത് നിലനിന്നിരുന്ന രാഷ്ട്രീയ അസ്ഥിരത, സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത കുറവ്, വിദേശ നാണ്യ വരുമാനം ഉപഭോഗ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി, വിദേശ നാണയ കരുതൽ ശേഖരം കുറഞ്ഞു, കഷ്ടിച്ച് 2 ആഴ്ചത്തേക്കുള്ള ഇറക്കുമതിക്കുള്ള വിദേശ നാണ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഗൾഫ് യുദ്ധം, സമ്പദ് വ്യവസ്ഥയുടെ മന്ദഗതിയിലുള്ള വളർച്ച, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടം, അത്യാവശ്യ വസ്തുക്കളുടെ വില വർധനവ്. ഇപ്പം ഇത്രയും പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പശ്ചാത്തലം എന്ത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞ കാരണങ്ങളൊക്കെയാണ് സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പശ്ചാത്തലം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനായിട്ട് ഇന്ത്യ എന്ത് ചെയ്യുന്നത്? ലോക ബാങ്കിന്റെ കയ്യിൽ നിന്നും അന്താരാഷ്ട്ര നാണയനിധി IMFന്റെ കയ്യിൽ നിന്നും എന്ത് ചെയ്യുന്നു? കടം വാങ്ങാനായിട്ട് തീരുമാനിക്കുന്നു. അപ്പൊ ഇന്ത്യ എന്ത് ചെയ്തു? $7 ബില്യൺ ആരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചു? ലോക ബാങ്ക്, അതുപോലെ IMF, അന്താരാഷ്ട്ര നാണയനിധി എന്നീ അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളെ സമീപിച്ച് കടമെടുക്കുകയാണ് ചെയ്യുന്നത്. ചുമ്മാ കടമെടുക്കുകയാണോ? അല്ല, ചില ഉപാധികളുടെ അടിസ്ഥാനത്തിലാണ്, ചില കണ്ടീഷന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ IMF പറയുക എന്താണ്? അതായത് കടമൊക്കെ തരാം, പക്ഷെ ചില കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ചില കണ്ടീഷൻസിലൂടെ, ചില ഉപാധികളുടെ അടിസ്ഥാനത്തിലാണ് IMFും ലോക ബാങ്കും ഒക്കെ എന്ത് ചെയ്യുന്നത്? ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഫണ്ട് അനുവദിക്കുന്നത്. അപ്പൊ അങ്ങനെ ഫണ്ടൊക്കെ അനുവദിച്ചു. വ്യാപാരത്തിനുമേലുള്ള എല്ലാ നിയന്ത്രണങ്ങളും എടുത്തു കളയുക. അപ്പോൾ ചില കണ്ടീഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്തൊക്കെയായിരുന്നു ആ കണ്ടീഷൻസ്? IMFും ലോക ബാങ്കും കടം കൊടുക്കുവാനായിട്ട് വെച്ച ഉപാധികൾ, കണ്ടീഷൻസ് എന്ന് പറയുന്നത്, ഒന്ന്, വ്യാപാരത്തിന്മേലുള്ള എല്ലാ നിയന്ത്രണങ്ങളും എടുത്തു കളയുക. ലിബറലൈസ് ചെയ്യുക. എക്കണോമിയെ എന്ത് ചെയ്യുക? ലിബറലൈസ് ചെയ്യുക. വ്യാപാരത്തിന്മേലുള്ള എല്ലാ നിയന്ത്രണങ്ങളും എടുത്തു കളയുക. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തുറന്നു കൊടുക്കുകയും ഉദാരവൽക്കരിക്കുകയും ചെയ്യുക. ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ഉപാധികൾ. അപ്പൊ ഈ ഉപാധികളിന്മേലാണ് IMFും ലോക ബാങ്കും എന്ത് ചെയ്തത്? ഇന്ത്യക്ക് കടം കൊടുത്തത്. ഓക്കെ, അപ്പോൾ വ്യാപാരത്തിന്മേലുള്ള എല്ലാ നിയന്ത്രണങ്ങളും എടുത്തു കളയുക, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തുറന്നു കൊടുക്കുക, ഉദാരവൽക്കരിക്കുക എന്നിവയായിരുന്നു പ്രധാനപ്പെട്ട ഉപാധികൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ അങ്ങനെയാണ് എന്ത് വരുന്നത്? നൂതന സാമ്പത്തിക നയം അല്ലെങ്കിൽ പുത്തൻ സാമ്പത്തിക നയം വരുന്നത്. അപ്പൊ ഈ പുത്തൻ സാമ്പത്തിക നയം എന്ന് പറയുന്നത് 2 തരത്തിൽ നമുക്കതിനെ തിരിക്കാം. അപ്പൊ 1991 മുതൽ ഇന്ത്യ വ്യാപകമായിട്ടുള്ള തോതിലുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. അപ്പൊ ഇതിന്
2 ഭാഗങ്ങളാണ് ഈ ഒരു പരിപാടിക്കുള്ളത്. നൂതന സാമ്പത്തിക നയത്തിന് 2 ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്ന് സുസ്ഥിരവൽക്കരണ നടപടികൾ അഥവാ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് എന്ന് പറയും. 2 ഘടനാപരമായ നീക്കുപോക്കുകൾ അഥവാ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാം. അപ്പൊ ഇതെന്താന്ന് അറിയണ്ടേ? അപ്പൊ സുസ്ഥിരവൽക്കരണ നടപടികൾ അല്ലെങ്കിൽ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതായത് ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു സൊല്യൂഷൻ, നമ്മൾ ഒരു പ്രശ്നത്തിന് നമ്മൾ പെട്ടെന്ന് തന്നെ അടിയന്തരമായിട്ട് നമ്മളൊരു സൊല്യൂഷൻ കാണും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? കുറച്ചൊക്കെ ആലോചിച്ച് പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനും കാണും അല്ലെ. അങ്ങനെ 2 രീതിയിൽ നമുക്കൊരു പ്രശ്നത്തിന് സൊല്യൂഷൻ കാണാൻ പറ്റും. പെട്ടെന്ന് അടിയന്തരമായിട്ട് അല്ലെ, പെട്ടെന്നൊരു സൊല്യൂഷൻ നമുക്ക് കാണാൻ പറ്റും ടെമ്പററി ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ പെർമനന്റ് ആയിട്ട് ഒരു സൊല്യൂഷൻ കാണാം. അങ്ങനെ 2 തരത്തിലാണ് നമുക്കൊരു പ്രശ്നത്തിന് സൊല്യൂഷൻ കാണാനായിട്ട് പറ്റുക. അപ്പോൾ ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കണ്ടെത്തുന്ന ആ ഒരു ഷോർട്ട് ടേമിലേക്കുള്ള പരിഹാരത്തെയാണ് എന്തെന്ന് പറയുന്നത്? സുസ്ഥിരവൽക്കരണ നടപടികൾ എന്ന് പറയുന്നത്, സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഹ്രസ്വകാലമാണ്, കുറച്ചു കാലത്തേക്കാണ്, നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ അത് ഹ്രസ്വകാല നടപടികളാണ് എന്നത്, ഷോർട്ട് ടേം നടപടികളാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഈ സുസ്ഥിരവൽക്കരണ നടപടികൾ എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത്? പണപ്പെരുപ്പം തടയുന്നു. ഓക്കെ, പണപ്പെരുപ്പം തടയുന്നു. അടവശിഷ്ട പ്രതിസന്ധി പരിഹരിക്കുക. ഇതൊക്കെയാണ് ഈ സുസ്ഥിരവൽക്കരണ നടപടികളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. പണപ്പെരുപ്പം തടയുക, ഡിവാലുവേഷൻ ഓഫ് റുപ്പി, അതുപോലെ പ്രൊമോഷൻ ഓഫ് എക്സ്പോർട്സ്, റിഡക്ഷൻ ഓഫ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, ഇങ്ങനെയെല്ലാം ഇതൊക്കെയാണ് എന്തിൻ്റെ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ. ഡിവാലുവേഷൻ ഓഫ് റുപ്പീസ്, പൈസയുടെ മൂല്യം കുറയ്ക്കുക. പ്രൊമോഷൻ ഓഫ് എക്സ്പോർട്സ്, കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുക. റിഡക്ഷൻ ഓഫ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, ഗവൺമെന്റിന്റെ ചിലവുകൾ കുറയ്ക്കുക. ഇതൊക്കെയാണ് എന്തിൻ്റെ? സുസ്ഥിരവൽക്കരണ നടപടികളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ. പണപ്പെരുപ്പം തടയുകയും അടവശിഷ്ട പ്രതിസന്ധി പരിഹരിക്കുകയുമാണ് എന്നത് ഓർത്തിരിക്കുക. ഇനി അടുത്തത് എന്താണ്? 2 ഭാഗങ്ങളിൽ അടുത്തത് ഘടനാപരമായ നീക്കുപോക്കുകളാണ്, സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാം ആണ്. അതായത് ഇതെന്ന് പറയുന്നത് ലോങ് ടേം ആണ്, ദീർഘകാല പരിപാടികളാണ്. സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള ദീർഘകാല പരിപാടികളാണ് ഈ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഇതിനു വേണ്ടിയിട്ട് സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള വിവിധ നയങ്ങളുണ്ട്. അതെന്തൊക്കെയാ? ഹ്രസ്വകാല നടപടികളാണ്. സർക്കാർ ഇതിനായിട്ട് വിവിധ തരത്തിലുള്ള നയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പണപ്പെരുപ്പം തടയുകയും അടവശിഷ്ട പ്രതിസന്ധി പരിഹരിക്കുകയുമാണ് ഈ നടപടികളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള നയം, ഇൻഡസ്ട്രിയൽ പോളിസി, അതുപോലെ തന്നെ ട്രേഡ് പോളിസി, ഇതിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റമൊക്കെയാണ് ഘടനാപരമായ നീക്കുപോക്കുകൾ അല്ലെങ്കിൽ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന എന്തൊക്കെയാണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്? ഇൻഡസ്ട്രിയൽ പോളിസി, അതുപോലെ തന്നെ ട്രേഡ് പോളിസിയിൽ വന്ന മാറ്റം, ഇതൊക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാമിന്. ഓക്കെ, അപ്പോൾ 2 ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു. പുത്തൻ സാമ്പത്തിക നയത്തിന്റെ 2 ഭാഗങ്ങൾ, ഒന്ന് സുസ്ഥിരവൽക്കരണ നടപടികളും അടുത്തത് ഘടനാപരമായ നീക്കുപോക്കുകൾ, സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാമും ആണ് കേട്ടോ. അപ്പോൾ ഇത് ഹ്രസ്വകാലമാണ്, ഇത് ദീർഘകാലമാണ് എന്നത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് എന്താണ് ഉദാരവൽക്കരണം അഥവാ ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. ഉദാരവൽക്കരണം അഥവാ ലിബറലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഉദാരവൽക്കരണം എന്നാൽ സമ്പദ് വ്യവസ്ഥയെ എല്ലാ നിയന്ത്രണങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ എല്ലാ നിയന്ത്രണങ്ങളിൽ നിന്നും എന്ത് ചെയ്യുക? സ്വതന്ത്രമാക്കുക. അതായത് ഗവൺമെന്റിന്റെ റെസ്ട്രിക്ഷൻസ് എല്ലാം തന്നെ എടുത്തു മാറ്റുക. പുറം രാജ്യക്കാർക്ക് ഇന്ത്യയിൽ വന്നിട്ട് ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുക. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഉദാരവൽക്കരണം എന്ന് പറയും. അപ്പം എല്ലാ നിയന്ത്രണങ്ങളും മാറ്റുക എന്ന് മീൻസ് എന്താണ്? ഗവൺമെന്റിന്റെ റെസ്ട്രിക്ഷൻസ് ഒക്കെ എടുത്തു മാറ്റുക എന്നുള്ളത്. പുറം രാജ്യക്കാർക്ക് എന്ത് ചെയ്യാം? ഇന്ത്യയിൽ വന്ന് ഫ്രീ ആയിട്ട് തന്നെ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനെയാണ് നമ്മൾ ഉദാരവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഉദാരവൽക്കരണം അല്ലെങ്കിൽ ലിബറലൈസേഷൻ ഓരോ മേഖലയിലും കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ, പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അടുത്തത് പറയുന്നത്. അപ്പോൾ ഇവിടെ വ്യവസായ മേഖലയിലെ പരിഷ്കാരങ്ങളാണ് ആദ്യം പറയുന്നത്. അപ്പോൾ വ്യവസായ മേഖലയിൽ കൊണ്ടുവന്നത് എന്തൊക്കെയാണ്? ഒന്ന്, വ്യാവസായിക മേഖലയെ നിയന്ത്രണാതീതമാക്കി. നമ്മൾ പറഞ്ഞല്ലോ അല്ലെ,
വ്യാവസായിക മേഖലയെ എന്ത് ചെയ്തു? നിയന്ത്രണാതീതമാക്കി. പിന്നെ വ്യാവസായിക ലൈസൻസിങ് നിർത്തലാക്കി. വ്യാവസായി ലൈസൻസിങ് നിർത്തലാക്കി, ഡീലൈസൻസിങ്. അതായത് ഇപ്പൊ പ്രൈവറ്റ് സെക്ടറിന് ഇന്ത്യയിൽ ഇപ്പോൾ ഒരു സ്ഥാപനം തുടങ്ങണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ലൈസൻസ് വേണം. അപ്പൊ ആ ഒരു ലൈസൻസ് വേണം എന്നുള്ള ഒരു ഇതിനെ എടുത്തു മാറ്റിയിട്ട് ഇപ്പൊ ലൈസൻസ് വേണ്ട എന്നുള്ളതാക്കിയിട്ട് മാറ്റി. അപ്പോൾ വ്യാവസായി ലൈസൻസിങ് നിർത്തലാക്കി. പിന്നെ പൊതുമേഖലയ്ക്കായിട്ട് സംവരണം ചെയ്തിരുന്ന വ്യവസായങ്ങളുടെ എണ്ണം വെട്ടിക്കുറച്ചു. ഓക്കെ, പൊതുമേഖലയ്ക്കായിട്ട് സംവരണം ചെയ്തിരുന്ന വ്യവസായങ്ങളുടെ എണ്ണം വെട്ടിക്കുറച്ചു. ഡീ റിസർവേഷൻ, അതായത് കുറച്ച് ഇൻഡസ്ട്രീസ് ഒക്കെ പബ്ലിക് സെക്ടറിന് മാത്രം അല്ലെങ്കിൽ ഗവൺമെന്റിന് മാത്രമേ പാടുള്ളൂ എന്നൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ ഡിഫൻസ്, റെയിൽവേ, അറ്റോമിക് എനർജി ഇതൊക്കെ ഒഴിച്ച് ഏത് ഇൻഡസ്ട്രി വേണമെങ്കിലും പ്രൈവറ്റ് സെക്ടർ ആക്കാം എന്നുള്ളൊരു നിലയിലേക്ക് മാറി. ഇപ്പോൾ ചിലത് മാത്രം നമുക്ക്, അതായത് ഇപ്പോൾ ഗവൺമെന്റിന് മാത്രമേ കൺട്രോൾ പാടുള്ളൂ എന്ന് പറയുന്ന കുറേയധികം ഇൻഡസ്ട്രീസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഡിഫൻസ്, ഏതൊക്കെ ഒഴികെ? ഡിഫൻസ്, റെയിൽവേ, അറ്റോമിക് എനർജി. ഓക്കെ, ഡിഫൻസ്, റെയിൽവേ, അറ്റോമിക് എനർജി ഒഴിച്ച് ഏത് ഇൻഡസ്ട്രി വേണമെങ്കിലും എന്ത് ചെയ്യാം? പ്രൈവറ്റ് സെക്ടർ ആക്കാം എന്നുള്ളൊരു റൂള് കൊണ്ടുവന്നു. അതുപോലെ അടുത്തതാണ് MRTP, ഫെറ എന്നിവ ഭേദഗതി വരുത്തി. എന്താണ് MRTP എന്ന് പറയുന്നത്? MRTP എന്ന് പറയുന്നത് ഒരു ആക്ട് ആണ്, മോണോപോളിസ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പോളിസീസ് ആക്ട് കേട്ടോ. മോണോപോളിസ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പോളിസീസ് ആക്ട് എന്നുള്ളതാണ് MRTP ആക്ടിന്റെ ഫുൾ ഫോം. ഫെറ ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് ആണ് ഫെറ ആക്ട്. എന്താണ്? ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട്. ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് എന്നുള്ളതാണ് ഫെറ ആക്ട് എന്ന് പറയുന്നത്. അതായത് പുറം രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇപ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടുവരികയും അവിടെ ട്രേഡ് ചെയ്യുന്നതിനെയൊക്കെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു ആക്റ്റാണ് ഈ ഫെറ ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ MRTP ആക്ട്, ഫെറ ആക്ട് ഇതെല്ലാം എന്ത് ചെയ്തു? ഭേദഗതി വരുത്തി എന്നുള്ളത് ഓർത്തിരിക്കുക. പിന്നെ ചെറുകിട വ്യവസായങ്ങൾക്കുള്ള സംവരണം നിർത്തി. അതായത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അതിനെയൊക്കെ എന്ത് ചെയ്തു? ഡിസേർവ് ചെയ്തു. അതായത് പണ്ട് എന്താണ്, ചില ഗുഡ്സ് ഒക്കെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാവൂ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ചെറുകിട വ്യവസായങ്ങൾ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് എന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ എടുത്ത് മാറ്റി. ഏത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും എന്താണ് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ ചെറുകിട വ്യവസായങ്ങൾക്ക് മാത്രം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഗുഡ്സ് അങ്ങനെയുള്ള രീതിയിലൊന്നുമില്ല. ചെറുകിട വ്യവസായങ്ങൾക്കുള്ള സംവരണം നിർത്തി. ഓക്കെ, അപ്പൊ ഇത്രയാണ് വ്യാവസായിക മേഖലയിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ, ഉദാരവൽക്കരണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ധനകാര്യ മേഖലകളിലെ പരിഷ്കാരങ്ങളാണ്. ഉദാരവൽക്കരണം കൊണ്ട് ധനകാര്യ മേഖലയിൽ ഉണ്ടായ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ബാങ്ക് ബ്രാഞ്ചുകൾ തുടങ്ങുവാനുള്ള ലൈസൻസിങ് ഉദാരവൽക്കരിച്ചു. ലൈസൻസിങ് എന്ത് ചെയ്തു? ഉദാരവൽക്കരിച്ചു. അതായത് എവിടെ വേണമെങ്കിലും ബാങ്കുകൾക്ക് എന്ത് ചെയ്യാം? ബ്രാഞ്ചുകൾ തുടങ്ങാം, ലൈസൻസ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ബാങ്കുകൾക്ക് എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാം? ബ്രാഞ്ചുകൾ തുടങ്ങാം, ലൈസൻസിന്റെ ആവശ്യമില്ല എന്നുള്ളതാക്കി മാറ്റി. അപ്പൊ ബാങ്ക് ബ്രാഞ്ചുകൾ തുടങ്ങാനുള്ള ലൈസൻസിങ് ഉദാരവൽക്കരിച്ചു. പിന്നെയോ ധനകാര്യ സ്ഥാപനങ്ങളുടെ മേൽ റിസർവ് ബാങ്കിനുള്ള നിയന്ത്രണങ്ങളിൽ കുറവ് വരുത്തി. അപ്പൊ RBIയുടെ റോൾ ഇവിടെ എന്ത് ചെയ്തു? കുറഞ്ഞു. RBIയുടെ റോള് കുറയുകയാണ് ചെയ്തത്. പിന്നെ വിദേശ ബാങ്കുകളെയും പുതുതലമുറ ബാങ്കുകളെയും അനുവദിച്ചു. വിദേശ ബാങ്കുകളെയും പുതുമുറ ബാങ്കുകളെയും എന്ത് ചെയ്തു? അനുവദിച്ചു എന്നുള്ളത് ഓർത്തിരിക്കുക. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് നടത്തുവാനുള്ള അനുവാദം, അതായത് പുറം രാജ്യങ്ങളിൽ ഉള്ളവർക്ക് എന്ത് ചെയ്യാം? ഇവിടുത്തെ ബാങ്കുകളിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാനും എല്ലാം പറ്റും എന്നുള്ളൊരു രീതിക്കായി. പിന്നെ CRR, SLR എന്നിവ കുറച്ചു. നമ്മൾ RBIനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ CRR ക്യാഷ് റിസർവ് റേഷ്യോ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. SLR സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്താണെന്നുള്ളതും പഠിച്ചു അല്ലെ. അപ്പോൾ CRRഉം SLRഉം കുറച്ചു എന്നുള്ള കാര്യം. പിന്നെ ഇൻഷുറൻസ് മേഖല എന്ത് ചെയ്തു? സ്വകാര്യവൽക്കരിച്ചു. ഇൻഷുറൻസ് മേഖല എന്ത് ചെയ്തു? സ്വകാര്യവൽക്കരിച്ചു. അതുപോലെ മൂലധന കമ്പോളം ഉദാരവൽക്കരിച്ചു. മൂലധന കമ്പോളം എന്ത് ചെയ്തു? ഉദാരവൽക്കരിച്ചു. അപ്പൊ ഇത്രയും മാറ്റങ്ങളാണ് ഇവിടെ കൊണ്ടുവന്നത്? ധനകാര്യ മേഖലയിൽ കൊണ്ടുവന്നത്. ബാങ്ക് ബ്രാഞ്ചുകൾ തുടങ്ങാനുള്ള ലൈസൻസിങ് ഉദാരവൽക്കരിച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റോള് കുറഞ്ഞു. വിദേശ ബാങ്കുകളെയും പുതുതലമുറ ബാങ്കുകളെയും അനുവദിച്ചു. CRRഉം SLRഉം കുറച്ചു. ഇൻഷുറൻസ് മേഖല സ്വകാര്യവൽക്കരിച്ചു. മൂലധന കമ്പോളം ഉദാരവൽക്കരിച്ചു. ഓക്കെ,
ഇനി നികുതി പരിഷ്കാരങ്ങൾ, എന്തൊക്കെ നികുതി പരിഷ്കാരങ്ങളാണ് കൊണ്ടുവന്നത്? അതായത് ആദായ നികുതി, കോർപ്പറേറ്റ് നികുതി, എക്സൈസ് നികുതി, കസ്റ്റംസ് നികുതി എന്നിവ കുറച്ചു. ആദായ നികുതി, കോർപ്പറേറ്റ് നികുതി, എക്സൈസ് നികുതി, കസ്റ്റംസ് നികുതി ഇതെല്ലാം എന്ത് ചെയ്തു? കുറച്ചു. 2017 GST ആരംഭിച്ചു. അതാണ് നികുതി പരിഷ്കാരങ്ങളിൽ വന്ന മാറ്റം എന്ന് പറയുന്നത്. അടുത്തത് വിദേശ വിനിമയ കമ്പോള പരിഷ്കാരങ്ങൾ. അപ്പോൾ വിദേശ വിനിമയ കമ്പോള പരിഷ്കാരങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്? ഇവിടെ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നു? സർക്കാർ രൂപയുടെ മൂല്യം കുറച്ചു, അതായത് ഇന്ത്യൻ റുപ്പീസിന്റെ മൂല്യം കുറച്ചു. പിന്നെയോ സുസ്ഥിര വിനിമയ നിരക്കിന്, ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റിന് പകരം ഫ്ലെക്സിബിൾ വിനിമയ നിരക്ക് നിലവിൽ വന്നു. ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് എന്ത് ചെയ്തു? നിലവിൽ വന്നു. അപ്പൊ ഇതാണ് ഫോറിൻ എക്സ്ചേഞ്ച് റീഫോംസിൽ വന്ന മാറ്റം. വിദേശ വിനിമയ കമ്പോള പരിഷ്കാരങ്ങൾ എന്തൊക്കെയാ? സർക്കാർ രൂപയുടെ മൂല്യം കുറച്ചു, പിന്നെ ഫ്ലെക്സിബിൾ വിനിമയ നിരക്ക് അല്ലെ, ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് നിലവിൽ വന്നു എന്നുള്ളത്. ഇനി അടുത്തത് വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത് അതായത് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി റിഫോംസ്. എന്താണ് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി റിഫോംസ്? ഇവിടെ വന്നത് ഇറക്കുമതിയുടെ പരിമാണാത്മക അളവ്, അതായത് ക്വാട്ട നിയന്ത്രണം എടുത്തു കളഞ്ഞു. ക്വാട്ട എന്ന് പറയുന്നത് എടുത്തു കളഞ്ഞു, അതായത് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് ആണ്. അപ്പോൾ എന്താണ് ക്വാട്ട എന്ന് പറയുന്നത്? അതായത് ഇത്ര എണ്ണമേ പാടുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അല്ലെ, കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ആ റെസ്ട്രിക്ഷൻസ് ഒക്കെ എടുത്തു കളഞ്ഞു. പിന്നെയോ ഇറക്കുമതി ഉദാരവൽക്കരിച്ചു. ഇറക്കുമതി എന്ത് ചെയ്തു? ഉദാരവൽക്കരിച്ചു. കയറ്റുമതി നികുതി നിർത്തലാക്കി. എക്സ്പോർട്ട് ഡ്യൂട്ടീസ് എന്ത് ചെയ്തു? റിമൂവ് ചെയ്തു. കയറ്റുമതി നികുതി നിർത്തലാക്കി. പിന്നെ താരിഫ് നിരക്ക് കുറച്ചു. താരിഫ് റേറ്റ് എന്ത് ചെയ്തു? റിഡ്യൂസ് ചെയ്തു, കുറച്ചു. താരിഫ് റേറ്റ് കുറച്ചു. ഇറക്കുമതി ഉദാരവൽക്കരിച്ചു എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയോ ആണ് നമുക്ക് ഉദാരവൽക്കരണവുമായി ബന്ധപ്പെടുത്തിയിട്ട് വന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. വ്യാവസായിക മേഖലയിൽ എന്തൊക്കെ പറ്റി, ധനകാര്യ മേഖലകളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, നികുതിയിൽ എന്തൊക്കെയാണ്, വിദേശ വിനിമയ കമ്പോള പരിഷ്കാരങ്ങൾ, വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരങ്ങൾ, ഇത്രയും കിട്ടിയല്ലോ. ഇനി സ്വകാര്യവൽക്കരണം. അടുത്തതാണ് സ്വകാര്യവൽക്കരണം അഥവാ പ്രൈവറ്റൈസേഷൻ. സ്വകാര്യവൽക്കരണം അഥവാ പ്രൈവറ്റൈസേഷൻ. അപ്പൊ എന്താണ് ഈ പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എല്ലാം പ്രൈവറ്റ് ആക്കുക, അതായത് സർക്കാർ വക സ്ഥാപനങ്ങളുടെ ഉടമസ്ഥത ആർക്ക് കൊടുക്കുക? സ്വകാര്യ കമ്പനികൾക്ക് നൽകുക. അതിനെയാണ് സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്വകാര്യവൽക്കരണം ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് എങ്ങനെയാണ്? 2 രീതിയിലാണ് നടപ്പിലാക്കുന്നത്. ഒന്ന്, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിൽ നിന്ന് സർക്കാർ എന്ത് ചെയ്യുക? പിൻവലിക്കുക. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിൽ നിന്നും സർക്കാർ പിൻവലിക്കുക എന്നുള്ളത്. രണ്ടാമത്, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ സ്വകാര്യ മേഖലയിലേക്ക് വിറ്റഴിക്കുക, അതായത് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പോളിസി. ഈ 2 രീതിയിലാണ് സ്വകാര്യവൽക്കരണം നടക്കുന്നത്. ഒന്നുകിൽ എന്ത് ചെയ്യുക? സർക്കാർ അവരുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിൽ ഉണ്ടാവുമല്ലോ സർക്കാർ, അപ്പൊ അത് അവർ പിൻവലിച്ച് അത് സ്വകാര്യ മേഖലയിലോട്ടാക്കുക. ഇല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ സ്വകാര്യ മേഖലയ്ക്ക് വിറ്റഴിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മനസ്സിലാവാനായിട്ടൊരു കാര്യം പറയാം. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ സ്വകാര്യ മേഖലയ്ക്ക് വിറ്റഴിക്കുക. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇപ്പൊ ഒരു 100 കോടിയുള്ള ഒരു പബ്ലിക് സെക്ടർ സ്ഥാപനം ഉണ്ടെന്ന് വിചാരിക്കാം. അതിനെ നമ്മളിങ്ങനെ 10 ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാണ്. ഈ 10 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോന്നിനും ഓരോ ഷെയർ കിട്ടും അല്ലെ. അപ്പൊ അത് എങ്ങനെയുള്ള ഷെയർ ആയിരിക്കും? ഒരുപോലെ ഈക്വിറ്റി ഷെയർ ആയിരിക്കും ഉണ്ടായിരിക്കാം. അപ്പൊ അതില് ഒരു 2 ഭാഗം, ഇപ്പൊ 2 ഭാഗം എന്ന് പറയുമ്പോൾ ഒരു 20 കോടിയാണെന്ന് വിചാരിക്കാം. 20 കോടിയാണ് 2 ഭാഗം. അപ്പൊ അത് എന്ത് ചെയ്യുക? പ്രൈവറ്റ് സെക്ടറിലോട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ പ്രൈവറ്റ് സെക്ടറിലോട്ട് കൊടുക്കുക. അപ്പൊ അങ്ങനെയാണ് ഇതിനെ സ്വകാര്യവൽക്കരിക്കുന്നത്. അപ്പൊ അതാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പോളിസി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ പബ്ലിക് സെക്ടർ സ്ഥാപനത്തിന് ഇപ്പൊ 100 കോടി ആസ്തി ഉണ്ടെന്ന് വിചാരിക്കാം. അതിന് നമ്മൾ എന്ത് ചെയ്തു? 10 ഈക്വൽ ഷെയറുകളാക്കിയിട്ട് ഡിവൈഡ് ചെയ്തു. അതിൽ 2 ഭാഗം പ്രൈവറ്റ് സെക്ടറിലോട്ട് മാറ്റുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ സ്വകാര്യ മേഖലയിലേക്ക് വിറ്റഴിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പോളിസിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പോളിസിയുടെ മലയാളം വേർഡാണ് നിക്ഷേപമോചനം എന്ന് പറയുന്നത്. നിക്ഷേപമോചനം, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പോളിസി. അപ്പൊ അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ? പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മാനേജ്മെന്റ് മെച്ചപ്പെടുത്തുക.
പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മാനേജ്മെന്റ് മെച്ചപ്പെടുത്തുക. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ധനസ്ഥിതി മെച്ചപ്പെടുത്തുക. ഓക്കെ, ഇംപ്രൂവ് ചെയ്യുക. എന്തിന്? എഫിഷ്യൻസി, പബ്ലിക് സെക്ടറിന്റെ എഫിഷ്യൻസി കൂട്ടുക. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ധനസ്ഥിതി മെച്ചപ്പെടുത്തുക. വിപണികളിൽ നിന്നും ധനവിഭവങ്ങൾ ശേഖരിക്കാൻ കമ്പനികൾക്കുള്ള ശേഷി വർദ്ധിപ്പിക്കുക. വിപണികളിൽ നിന്നും ധനവിഭവങ്ങൾ ശേഖരിക്കുവാനുള്ള കമ്പനികൾക്കുള്ള ശേഷി വർദ്ധിപ്പിക്കുക. ഗവൺമെന്റിന്റെ വരുമാനം വർദ്ധിപ്പിക്കുക. FDI പ്രോത്സാഹിപ്പിക്കുക. എന്താണ്? FDI പ്രോത്സാഹിപ്പിക്കുക. ഇതൊക്കെയാണ് നിക്ഷേപ മോചനത്തിന് അല്ലെങ്കിൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പോളിസിയുടെ ലക്ഷ്യങ്ങൾ. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മാനേജ്മെന്റ് മെച്ചപ്പെടുത്തുക. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ധനസ്ഥിതി മെച്ചപ്പെടുത്തുക. വിപണികളിൽ നിന്നും ധനവിഭവങ്ങൾ ശേഖരിക്കാൻ കമ്പനികൾക്കുള്ള ശേഷി വർദ്ധിപ്പിക്കുക. ഗവൺമെന്റിന്റെ വരുമാനം വർദ്ധിപ്പിക്കുക. FDI പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, ഇനി ഈ നൂതന സാമ്പത്തിക നയത്തിന്റെ ഭാഗമായിട്ട് ലാഭകരമായി പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഓട്ടോണോമി പദവി നൽകിക്കൊണ്ട് നവരത്നാസ്, മിനി രത്നാസ് എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. നൂതന സാമ്പത്തിക നയത്തിന്റെ ഭാഗമായിട്ട് ലാഭകരമായി പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഓട്ടോണോമി പദവി നൽകിക്കൊണ്ട് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, നവരത്നാസും മിനി രത്നാസും. ഉദാഹരണമാണ് IOC, HDCL, BPCL, ONGC, സെയിൽ മുതലായവ നവരത്നങ്ങളിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് എന്നതും ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് സ്വകാര്യവൽക്കരണം. അടുത്തത് ആഗോളവൽക്കരണമാണ്. ആഗോളവൽക്കരണം അഥവാ ഗ്ലോബലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ലോകത്തെ മൊത്തത്തിൽ ഒരു കുടക്കീഴിലാക്കുക, അല്ലെ? ഇപ്പൊ ലോകത്തിലെ രാജ്യങ്ങളുടെ ഏകീകരണമാണ് ആഗോളവൽക്കരണം. ലോകത്തിലെ രാജ്യങ്ങളുടെ ഏകീകരണമാണ് ആഗോളവൽക്കരണം. ലോകത്തെ മൊത്തത്തിൽ ഒരു കുടക്കീഴിലാക്കുക എന്നുള്ളതാണ് ആഗോളവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ എന്ത് ചെയ്യുക? ലോകത്തിന്റെ സമ്പദ്ഘടനയുമായിട്ട് സമന്വയിപ്പിക്കുക എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ ഈ ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ സംഭവിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്സോഴ്സിംഗ് ആണ്. ഔട്ട്സോഴ്സിംഗ് അഥവാ പുറം വാങ്ങൽ അഥവാ പുറം കരാർ നൽകൽ എന്ന് പറയുന്നത്. അപ്പൊ അതിലോട്ട് വരാം. അതിനു മുന്നേ ആഗോളവൽക്കരണം എന്നാൽ അർത്ഥമാക്കുന്നത് എന്താണ്? രാജ്യങ്ങൾ തമ്മിലുള്ള അടുത്ത ബന്ധം, അല്ലെങ്കിൽ സാധനങ്ങൾ, സേവനങ്ങൾ, മൂലധനം, വിജ്ഞാനം, ജനങ്ങൾ എന്നിവ ദേശീയ അതിർത്തിക്കപ്പുറത്തേക്ക് സ്വതന്ത്രമായി ഒഴുകൽ. ട്രാൻസ്പോർട്ട്, അതായത് കമ്മ്യൂണിക്കേഷൻ ചെലവുകൾ കുറയുന്നതിലൂടെയുള്ള കമ്പോള വികസനം. അതാണ് ആഗോളവൽക്കരണം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ആഗോളവൽക്കരണം അല്ലെങ്കിൽ ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ സംഭവിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത്? ഔട്ട്സോഴ്സിംഗ് അല്ലെങ്കിൽ പുറം വാങ്ങൽ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ആവശ്യമുള്ള സോഴ്സ് അതിനെ കണ്ടുപിടിക്കുക. അതാണ് ഈ ഔട്ട്സോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുമ്പോൾ ഗോയിങ് ഔട്ട് ടു ഫൈൻഡ് ദി സോഴ്സ് ഓഫ് വാട്ട് ഈസ് നീഡഡ്, അതിനെയാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ വലിയൊരു ഫാക്ടറി ഉണ്ടെന്ന് വിചാരിക്കാം. അവിടെ ഒരു ഫാക്ടറി ആകുമ്പോൾ പല 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 ജോലികൾ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടുത്തെ ചില ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പൈസ കൊടുത്ത് മറ്റുള്ളവരെ ഏൽപ്പിക്കുക, അതിനെയാണ് ഈ ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പുറം രാജ്യങ്ങളിലെ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ഇന്ത്യ ഒരുപാട് ഔട്ട്സോഴ്സ് ചെയ്യും. അതായത് ഇന്ത്യയിലെ ചില കമ്പനികളെ ഏൽപ്പിക്കും. ഇപ്പോൾ അൺഎംപ്ലോയീസ് ഒക്കെ ഒരുപാടുള്ള രാജ്യമാണല്ലോ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. തൊഴിലില്ലാത്ത ഒരുപാട് ആളുകളുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. പക്ഷേ തൊഴിലില്ല എന്ന് കരുതി അവർക്ക് ടാലൻറ്റ് ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, നല്ല ടാലൻറ്റും ഒരുപാട് സ്കില്ലും ഉള്ള കുറേ വ്യക്തികളുള്ള രാജ്യമാണ് ഇന്ത്യ. പക്ഷെ അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ട്, അല്ലേ? അപ്പോൾ അവരുടെ കഴിവുകൾ ഉപയോഗിച്ച് മറ്റ് സ്ഥാപനങ്ങൾ, പുറം രാജ്യങ്ങളിലെ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ നിന്നും ആളുകളെ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ ജോലി ചെയ്യിപ്പിക്കുന്നു, അവരുടെ സ്കില്ലും ഇതൊക്കെ യൂസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഔട്ട്സോഴ്സിംഗ് അല്ലെങ്കിൽ പുറം വാങ്ങൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം. ആഗോളവൽക്കരണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട അനന്തര ഫലമായിരുന്നു പുറം വാങ്ങൽ. പുറം വാങ്ങൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പുറമേ നിന്ന് സ്വീകരിക്കുക എന്നതാണ് അർത്ഥം. പുറം വാങ്ങൽ പ്രകാരം പതിവ് സേവനങ്ങൾക്കുള്ള നിയമനം ഒരു കമ്പനി ബാഹ്യ ഉറവിടങ്ങളിൽ നിന്നും നടത്തുന്നു. വികസിത രാജ്യങ്ങൾ അവർക്ക് ആവശ്യമായ പലതരം സേവനങ്ങൾക്കും ഇന്ത്യയെ പോലുള്ള വികസ്വര രാജ്യങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ഉദാഹരണമായിട്ട് അക്കൗണ്ടിംഗ്, ലീഗൽ സർവീസസ്, എഡിറ്റിംഗ്, ആനിമേഷൻ തുടങ്ങിയ ഇൻഫർമേഷൻ ടെക്നോളജി അടിസ്ഥാനമാക്കിയിട്ടുള്ള സേവനങ്ങൾക്ക്. ഓക്കെ, അപ്പൊ ഇന്ത്യ പുറം വാങ്ങലുള്ള പ്രധാന ലക്ഷ്യസ്ഥാനമായിട്ട് വളർന്നു. അതെന്തുകൊണ്ടാണ്? ഇവിടെ ഇന്ത്യയിൽ കുറഞ്ഞ കൂലി നിരക്കിൽ തൊഴിലാളികളുടെ ലഭ്യതയുണ്ട്, നല്ല നൈപുണ്യമുള്ള സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് ഉണ്ട്, അല്ലെ? ഇംഗ്ലീഷ് ഭാഷയിലെ പ്രാവീണ്യം, ഇതെല്ലാം കാരണമാണ് ഇന്ത്യ പുറം വാങ്ങലിനുള്ള ഔട്ട്സോഴ്സിങ്ങിനുള്ള ഒരു പ്രധാന ലക്ഷ്യസ്ഥാനമായിട്ട് വളർന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലുള്ള നല്ല കഴിവുള്ള സ്കില്ലുള്ള നല്ല
ടാലൻ്റ് ഉള്ള ആളുകളെ പുറം രാജ്യങ്ങളിലുള്ളവർ അവരുടെ IT മേഖലയിലൊക്കെ ജോലി ചെയ്യിക്കാനായിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നു തുച്ഛമായ കൂലി നിരക്കിൽ. ഓക്കെ, അപ്പം അതിനെയാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. അത് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. ഇനി WTO ലോക വ്യാപാര സംഘടനയെ കുറിച്ചാണ് പറയുന്നത്. WTO സ്ഥാപിക്കപ്പെട്ടത് 1995 വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1948 രൂപം കൊണ്ട ഗാട്ട്, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. 1948 രൂപം കൊണ്ട ഗാട്ട് എന്ന് പറയുമ്പോൾ ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ്സ് ആൻഡ് ട്രേഡ്. ഈ സംഘടനയുടെ പിൻഗാമിയായിട്ടാണ് WTO നിലവിൽ വന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. WTOയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? അന്താരാഷ്ട്ര വിപണിയിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവസരം നൽകുക, വ്യാപാര രംഗത്തുള്ള താരിഫ് ഇതര നിയന്ത്രണങ്ങൾ ഒഴിവാക്കുക, ബഹുമുഖ വ്യാപാരം പ്രോത്സാഹിപ്പിക്കുക, ബാങ്കിംഗ്, ഇൻഷുറൻസ് പോലുള്ള സേവനങ്ങൾ വ്യാപാരത്തിൽ ഉൾപ്പെടുത്തുക മുതലായവയാണ് WTOയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. അന്താരാഷ്ട്ര വിപണിയിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യാവസരം നൽകുക, വ്യാപാര രംഗത്തുള്ള താരിഫ് ഇതര നിയന്ത്രണങ്ങൾ ഒഴിവാക്കുക, ബഹുമുഖ വ്യാപാരം പ്രോത്സാഹിപ്പിക്കുക, ബാങ്കിംഗ്, ഇൻഷുറൻസ് പോലുള്ള സേവനങ്ങൾ വ്യാപാരത്തിൽ ഉൾപ്പെടുത്തുക. ഇനി സാമ്പത്തിക നയ പരിഷ്കരണ കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? പുത്തൻ സാമ്പത്തിക നയത്തിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളുമാണ് പറയുന്നത്. നേട്ടങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് GDP വർദ്ധിച്ചു. അതായത് GDPയുടെ വളർച്ചാ നിരക്ക് 1980 5.79% ആയിരുന്നത് 2016 ആയപ്പോഴേക്കും എത്രയായി? 7.6% വർദ്ധിച്ചു. അപ്പൊ GDP വർദ്ധിച്ചു. രണ്ടാമത് വിദേശ നിക്ഷേപം വർദ്ധിച്ചു. അതായത് 1991 $103 ദശലക്ഷം ആയിരുന്ന വിദേശ നിക്ഷേപം 2005-2006 ആയപ്പോഴത്തേക്കും എത്രയായി? 20,243 ദശലക്ഷം ആയിട്ട് വർദ്ധിച്ചു. അടുത്തത് വിദേശ നാണ്യശേഖരം വർദ്ധിച്ചു, കയറ്റുമതി വർദ്ധിച്ചു. ദാരിദ്ര്യ നിരക്ക് 2012 ആയപ്പോൾ 22% കുറഞ്ഞു. ദാരിദ്ര്യ നിരക്ക് കുറഞ്ഞു, ബാക്കിയെല്ലാം വർദ്ധിച്ചു. കയറ്റുമതി, വിദേശ നാണ്യശേഖരം, വിദേശ നിക്ഷേപം, GDP ഇതെല്ലാം എന്ത് ചെയ്തു? വർദ്ധിച്ചു. ഇതാണ് പുത്തൻ സാമ്പത്തിക നയത്തിന്റെ നേട്ടങ്ങൾ. ഇനി ദോഷഫലങ്ങൾ എന്തൊക്കെയാണ്? കാർഷിക മേഖലയെ പ്രതികൂലമായി ബാധിച്ചു. അതാണ് ഒന്നാമത്തെ ദോഷം. അതായത് പരിഷ്കരണ നടപടികൾ ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിച്ചത് കാർഷിക മേഖലയാണ്. വെറും 3% വളർച്ചാ നിരക്ക് മാത്രമാണ് കൃഷിയിലുണ്ടായത്. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? കൃഷിയിൽ നേട്ടം, വളർച്ചാ നിരക്ക് കുറയാനുള്ള കാരണം എന്ന് പറയുന്നത് കാർഷിക സബ്സിഡികൾ കുറവ് വരുത്തിയത്, കാർഷിക ഉൽപാദന ചെലവിലുള്ള വർധനവ്, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലക്കുറവ്, സർക്കാർ നിക്ഷേപത്തിന്റെ കുറവ്. ഇതൊക്കെയാണ് കാർഷിക മേഖലയിലെ വളർച്ചാ നിരക്കിന് കുറവുണ്ടാവാൻ കാരണം. കാർഷിക സബ്സിഡികൾ കുറവ് വരുത്തിയത്, കാർഷിക ഉൽപാദന ചെലവിലുള്ള വർധനവ്, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലക്കുറവ്, സർക്കാർ നിക്ഷേപത്തിന്റെ കുറവ്. അതുപോലെ ഭക്ഷ്യവിളകളേക്കാൾ നാണ്യവിളകൾ കൂടുതൽ കയറ്റുമതി ചെയ്തു. ഇത് ഭക്ഷ്യ പ്രതിസന്ധി സൃഷ്ടിച്ചു. ഇനി വ്യാവസായിക മേഖലയെ എങ്ങനെയാണ് പ്രതികൂലമായി ബാധിച്ചത്? ഇതിനുള്ള കാരണങ്ങളാണ് വില കുറഞ്ഞ ഇറക്കുമതി, ആധുനിക സാങ്കേതിക വിദ്യയുടെ അഭാവം, വിദേശ ഉൽപ്പന്നങ്ങളുടെ മത്സരം, അടിസ്ഥാന സൗകര്യ മേഖലയിലെ നിക്ഷേപത്തിന്റെ കുറവ്. ഓക്കെ, വില കുറഞ്ഞ ഇറക്കുമതി, ആധുനിക സാങ്കേതിക വിദ്യയുടെ അഭാവം, വിദേശ ഉൽപ്പന്നങ്ങളുടെ മത്സരം, അടിസ്ഥാന സൗകര്യ മേഖലയിലെ നിക്ഷേപത്തിന്റെ കുറവ്. അടുത്ത ദോഷമാണ് തൊഴിലവസരങ്ങൾ വേണ്ടത്ര വർദ്ധിച്ചില്ല. അതായത് പരിഷ്കരണ കാലഘട്ടത്തിൽ GDP വർദ്ധിച്ചു എന്ന് പറഞ്ഞു, എന്നാൽ തൊഴിലവസരങ്ങൾ വർദ്ധിച്ചില്ല. ഈ അവസ്ഥയെ തൊഴിൽ രഹിത വളർച്ച എന്നാണ് വിമർശകർ സൂചിപ്പിക്കുന്നത്. അടുത്തത് നിക്ഷേപം പിൻവലിക്കൽ നയത്തിന്റെ പോരായ്മകൾ എന്ന് പറയുന്നത്, നിക്ഷേപം പിൻവലിക്കൽ നയത്തിന്റെ ഭാഗമായി പലപ്പോഴും വളരെ ലാഭകരമായി ഓടിക്കൊണ്ടിരുന്ന പല പൊതുമേഖലാ സ്ഥാപനങ്ങളെയും വളരെ വില കുറച്ചാണ് വിറ്റഴിച്ചത്. ഈ നയം നമ്മുടെ രാജ്യത്തെ വലിയ അഴിമതിക്ക് കാരണമായി. അടുത്തത് ധനനയത്തിന്റെ പോരായ്മകളാണ്. നികുതി പരിഷ്കരണം കൊണ്ട് സർക്കാരിന് വേണ്ടത്ര വരുമാനം എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? വർദ്ധിപ്പിക്കാനായിട്ട് കഴിഞ്ഞില്ല. അടുത്തത് സാമൂഹ്യനീതിയുടെയും ക്ഷേമത്തിന്റെയും കുറവ്. അതായത് പരിഷ്കരണ നടപടികൾ രാജ്യത്തിന്റെ നീതിയും ക്ഷേമവും കുറയ്ക്കുന്നതിന് കാരണമായി. സ്വത്തിലും വരുമാനത്തിലുമുള്ള അസമത്വം വർദ്ധിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് +1 എക്കണോമിക്സിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ പോയിന്റ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.